RR തട്ടിക്കൂട്ട് വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോ അതിർത്തിയിലോട്ട് പോയിട്ട് കാര്യമില്ല, റോട്ടിലോട്ട് താറ്റി ഇറങ്ങാം. പാകിസ്ഥാനുമായുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചു. അതെന്തായാലും നന്നായി. അതെന്താടാ? അല്ലെങ്കിൽ തന്നെ ഒരു കളസം തുന്നിയായിട്ടോണ്ടിരിക്കണത്. യുദ്ധം കഴിഞ്ഞ് പട്ടിണിയാകുമ്പോ ഇന്ത്യനെ ദത്തെടുക്കേണ്ട വരും. ചൈനയുടെ ആയുധങ്ങൾക്ക് ഇനി മുതൽ ഗ്യാരണ്ടി ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ചൈനീസ് പ്രസിഡന്റ്. 6 മാസം ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ അതും പോയാ. യുദ്ധത്തിൽ കത്തിനശിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങളിലേക്ക് ഡാമിലെ വെള്ളം തുറന്നുവിട്ട് തീയണച്ച് ഇന്ത്യ മാതൃകയായി. അല്ലടാ, അവിടെ ആരാണ് മിസൈലിട്ടത്? അതും ഇന്ത്യ. ട്രംപിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങിയല്ല ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചെന്ന ഊഹാപോഹങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള മറുപടി. ട്രംപിന് ഞങ്ങളെ നേതാവിനെ പേടിയാണ്. അതെന്താ? അനുസരിച്ചില്ലെങ്കിൽ കരിങ്കൊടി. ഇപ്പോൾ കിട്ടിയ വാർത്ത, ട്രംപ് കരിങ്കൊടി കണ്ട് പേടിച്ചാണ് ഇതിന് വഴങ്ങിയതെന്ന് ജനങ്ങളുടെ പ്രതിനിധി. അതല്ലെങ്കിൽ സത്യാഗ്രഹം, അല്ലെങ്കിൽ ചാത്തനേറ്. അത് വിറ്റില്ലെങ്കിൽ അണികൾ വൈറ്റ് ഹൗസിന് മുമ്പിൽ നിന്ന് മൂത്രമൊഴിച്ച് തോൽപ്പിക്കും. അപ്പ പുള്ളി മുട്ടൂത്തും. അതെന്താ? നാറ്റം കാരണം അങ്ങാട്ടി കയറാൻ പറ്റുമോ? പിന്നേണ്ട് മുണ്ടോക്കലോടെ ഈ കോലം കത്തിക്കൽ വരെ സമരമുറകൾ വേറെ. പ്രധാന വാർത്തകൾ അല്പസമയത്തിനുള്ളിൽ. അപ്പൊ ശരി, 2 ഷഡ്ഡി അടിക്കണം. നാളെ സമരം 2 ഉണ്ടേ. അപ്പൊ ശരി ബ്രോ, പുള്ളി പറഞ്ഞൊന്നും നമുക്ക് വേണ്ടിയൊന്നില്ല. അതാടാ, നമ്മുടെ പ്രധാനമന്ത്രി ഒരുത്തനെ അടുപ്പിച്ചില്ലല്ല. അപ്പൊ ട്രംപ് പോയി പാണി നോക്കാൻ മറി ഒക്കെ തള്ളാളേ. ട്രംപി വരൽ തുമ്പത്താണ്. പുള്ളി അറിയണ്ട. എന്താ അറിഞ്ഞ വരള്ള തുമ്പുണ്ടാവൂല. ഇനിയിപ്പോ വേരല് ഒളിപ്പിച്ച് കിടക്കേണ്ടി വരുമോ? നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് പാകിസ്ഥാൻ. മിസൈൽ ആക്രമണത്തിൽ തകർന്ന സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുർക്കിക്ക് പാകിസ്ഥാനുമായുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയ ഇന്ത്യയിലെ ജനങ്ങൾ തുർക്കിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പാകിസ്ഥാന് തന്നെ കൊടുത്തേക്കൂ എന്ന് ആവശ്യപ്പെട്ടു. വല്ലതും മനസ്സിലായോ? ആപ്പിള് സാധനങ്ങളൊക്കെ ഇന്ത്യക്ക് വേണ്ടെന്ന്. അല്ലടാ, പാകിസ്ഥാൻ ഇതൊക്കെ മേടിക്കോ? അതാ പ്രശ്നം. എന്ത്? ഒന്നാമതേ പൈസ ഇല്ല, കൊടുത്ത ഡ്രോൺ മൊത്തം ഇന്ത്യ വെടിവെച്ചിട്ട്. ചൈനയും തുർക്കിയും പണി കൊടുത്തായിരിക്കും. ഇന്ത്യയുടെ ആയുധങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ മത്സരിക്കുന്നു. ഇന്ത്യനെ കളിയാക്കിയവർക്ക് ഒരു അടിയായി. പൊട്ടിയ ചെണ്ടയുമായി മാരാർ ജയിലിലേക്ക്. അതെന്താ? അറിയാൻ പാടില്ലാത്ത പണിക്ക് നിന്ന്. എന്ത്? ഒന്ന് കൊട്ടിയോക്കിയതാ, ഇന്ത്യക്കെതിരായി പോയി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്കും അതിട്ടോളും. ക്യാമറ ഓഫ്. RR തട്ടിക്കൂട്ട് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അമേരിക്കയുടെ മാത്രമല്ല റഷ്യയുടെ പ്രസിഡന്റ് വരെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞ കാലത്വത്തിലും ഉള്ളൂ.